ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് എനിക്ക് സ്പെയ്ദീൻസ്റ്റാണ്. അപ്പോൾ ഞാൻ സ്പെയ്ദീൻസ് എന്ന് വെച്ചാൽ ഈവനിങ് ഷിഫ്റ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം നോക്കട്ടെ 7:50 ഞാൻ ഇന്നലെ രാത്രി ലേറ്റായിട്ടൊന്നും അല്ല കിടന്നത്. ഒരു 10 മണിയാകുമ്പോൾ കിടന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് ഇത്രയും ദിവസം ഫ്രൂദീൻസ്റ്റാണ്. ഫ്രൂദീൻസ് എന്ന് വെച്ചാൽ മോർണിംഗ് ഷിഫ്റ്റ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇന്ന് എൻ്റെ ബോഡി ആ ഒരു ഓർമ്മയിൽ എന്നെ 4 മണിക്ക് തന്നെ എഴുന്നേൽപ്പിച്ചു. കാരണം ഞാൻ അലാമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കിടന്നത്. എന്നിരുന്നാൽ പോലും സ്ഥിരം അത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ സമയത്ത് ഞാൻ എണീറ്റു. എന്നിട്ട് ഞാൻ പോകണ്ടല്ലോ, ഈവനിങ് ഷിഫ്റ്റ് അല്ലേ, അപ്പോൾ പിന്നെ വീണ്ടും കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പ്ലാൻ ചെയ്യുന്നത്, രാവിലെ എണീച്ച പാടെ ഞാൻ വീട്ടിലോട്ട് വിളിക്കും. പിന്നെ എൻ്റെ റിലേറ്റീവ്സിനെ കുറച്ച് പേരൊക്കെ വിളിക്കും. അങ്ങനെ കുറച്ച് നേരം ബെഡിൽ തന്നെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ബ്രഷ് ചെയ്യും. ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു, നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകാൻ നേരം ബ്രഷ് ചെയ്യാവുള്ളൂ. അങ്ങനെ ഞാൻ 2-3 ദിവസം ചെയ്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ മറന്നുപോയി. 2 ദിവസം ഞാൻ പല്ല് വെക്കാതെ പോയി. അത് കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു പല്ലിൻ്റെ ഇങ്ങനെ നമ്മൾ നാക്കോണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കുറവ് പോലെ. പക്ഷേ നമുക്ക് സ്മെല്ലൊന്നും വരത്തില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് സ്മെല്ലൊക്കെ പോകും. പക്ഷേ നമ്മളങ്ങ് മറന്നു പോകും. അതുകൊണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴാണ് ദൈവമേ ഇന്ന് പല്ല് തെക്കാണല്ലോ പോയതെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി കേട്ടോ. ആ വീഡിയോയിലൊക്കെ കണ്ട പോലെ ഫുഡ് കഴിച്ച് പല്ല് വെക്കുന്നത് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേച്ച് വെള്ളം കുടിച്ച് പറഞ്ഞ പോലെ നല്ല അണുക്കളൊക്കെ വയറ്റിലാക്കിയിട്ട് ഞാൻ നേരെ പോയി പല്ല് കഴിച്ചിട്ടാണ് പിന്നെ കഴിക്കുന്നത്. അല്ല, അങ്ങനെ ശീലമുള്ളവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പല്ല് തേക്കുന്നത് മറക്കാത്തവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ എനിക്കത് വർക്കൗട്ട് ആകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ മുട്ടയാണ് കേട്ടോ. ഞാൻ ഇന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 6 മുട്ട എടുത്ത് പുഴുങ്ങും. 6 മുട്ട എടുത്ത് പുഴുങ്ങിയിട്ട് അതിലൊരു 2 മുട്ടയിൽ നിന്ന് കഴിക്കും. ബാക്കി 4 മുട്ട ഞാനൊരു പ്ലാസ്റ്റിക് ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ജസ്റ്റ് ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ടിട്ട് 2 വീതം കഴിക്കും. കാരണം എല്ലാ ദിവസവും പുഴുങ്ങണ്ടല്ലോ. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കത് കൊണ്ടുപോകാം, ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാം. നമുക്ക് ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ വേണമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ചെയ്യാം. കാരണം ഇവിടെ ഉള്ളവരങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ 2 ബ്രെഡ് എടുത്തിട്ട് അതിൽ ബട്ടർ തേച്ച് ഇവരെന്ന് വെച്ചാൽ നല്ല കട്ടിക്കാണ് ബട്ടർ തേക്കുന്നത്. നമ്മളെപ്പോലെ മെൽറ്റ് ചെയ്യിക്കത്തില്ല, ഉരുക്കത്തില്ല. ജസ്റ്റ് കട്ടിക്ക് ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മേളിൽ മുട്ട ഇങ്ങനെ പുഴുങ്ങിയത് കൊണ്ടുപോയിട്ട്, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുട്ട നമ്മൾ പൊളിക്കാതെ കൊണ്ടുപോകണം കേട്ടോ. അല്ലെങ്കിൽ പൊളിച്ചുകൊണ്ട് പോയ സ്മെല്ലായിരിക്കും. അവിടെ ചെന്നിട്ട് നമുക്ക് പൊളിക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ആ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞ് കളഞ്ഞാൽ മതി. അവിടെ കത്തിക്ക് ഇവിടെ മെക്സർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അവിടെ ബട്ടർ കിട്ടും. ഇപ്പോൾ നമ്മൾ ബ്രെഡ് മാത്രം കൊണ്ടുപോയാൽ മതി. ബ്രെഡ് കൊണ്ടുപോയിട്ട് ബട്ടർ അകത്ത് തേച്ചിട്ട് ഈ മുട്ട നമ്മൾ ചെറിയ പീസ് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് അതിൻ്റെ മേളിൽ ബട്ടർ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് മുറിച്ച് കടിച്ച് തിന്നാൽ മതി. വിശപ്പോക്കോളും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുട്ടയും കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ചിലവാകുന്ന മുട്ടയാണ്. ഞാൻ ഒത്തിരി മുട്ട വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയാണ്. പിന്നെ ഇന്നലെ പന്നി കറി വെച്ചായിരുന്നു. പന്നി വെറൈറ്റി ആയിട്ട് കറി വെച്ച് കോളിഫ്ലവറും തക്കാളിയൊക്കെ ഇട്ട്, എന്ന് വെച്ചാൽ ഒത്തിരി ചാറല്ല, അത് കറി വെച്ചു. അപ്പം ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് പോകുന്നതിന് മുമ്പേ ചോറും പന്നിക്കറിയും തൈരും അച്ചാറും ഇത്രയും കൂട്ടി ഉച്ചയ്ക്കും കഴിച്ചിട്ട് പോകണം. ഡ്യൂട്ടി 1 മണി 8:30 വരെയാണ്. കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഡ്യൂട്ടി ഇപ്പോഴത്തെ എൻ്റെ ഡ്യൂട്ടി ഓക്കെയാണ്. എനിക്ക് ഹോസ്പിറ്റലിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഇൻസ്പാനിങ് ആണ്. ഇൻസ്പാനിങ് എന്ന് വെച്ചാൽ നല്ല ഫണ്ണിയല്ല, റൂഹിയാണ്. റൂഹി എന്ന് വെച്ചാൽ ശാന്തമായിട്ടുള്ളതാണ്. കുഴപ്പമില്ല. അങ്ങനെ വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ചുമ്മാ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇത് എഴുന്നേറ്റ് ഇങ്ങനെ പോയി അവിടെ പോയിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ. അതെനിക്ക് സ്റ്റാൻഡൊന്നുമില്ല മൊബൈൽ വെക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം മേടിക്കണമെന്ന് പ്ലാൻ ചെയ്തു. ഞാൻ ഡെയിലി ഇങ്ങനെ വ്ളോഗൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് മൂഡ് വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.